ഇപ്പം മീണേനെ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ പോയതാണ്. വസന്തം 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം അറിയായിരുന്നു. പക്ഷെ നമ്മളൊരു വേറൊരു വഴിക്ക് പോയിട്ട് വന്നുകൊണ്ട് വിരിഞ്ഞ ആമ്പൽപ്പൂ എല്ലാം 10-15 മണിയാകുമ്പോഴത്തേനും കൂപ്പി പോവും. അതിന് ശേഷമാണ് നമ്മൾ വള്ളത്തെ കയറി വെള്ളത്തിലിറങ്ങിയത്. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാം വിരിഞ്ഞിരിക്കുന്ന നല്ലപോലെ പൂക്കളൊക്കെ കാണാം. ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ ബോട്ടേ കയറാൻ. ഈ മുമ്പിൽ പോകുന്ന അപ്പൂപ്പൻ്റെ ബോട്ടാൽ നമ്മൾ കയറിപ്പോയത്. വന്നപ്പോഴേ നമ്മളെ കൈയായിട്ട് നിർത്തി. അന്നേരം വാലും കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഡെഡ് എൻഡാണ് കേട്ടോ. വണ്ടി പിന്നെ അവിടെ തിരിച്ച് വന്നപ്പോൾ അപ്പൂപ്പൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ തിരിച്ച് കാണിച്ച് ആ കൂട്ടത്തിലങ്ങ് നടന്നു. അപ്പൂപ്പനൊരു കാര്യം പറയും കേട്ടോ. നോക്കി എനിക്ക് ഒരു 10 കൊല്ലം മുമ്പ് ക്യാൻസർ വന്നായിരുന്നു. നാട്ടിന് തടസ്സം എല്ലാവരും വെള്ളം അടിച്ചു അത്ര ക്ലിയർ ആയിട്ടില്ലായിരിക്കും അല്ലേ? ഭയങ്കര തമാശയായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്ക് ക്യാൻസർ വന്നതിൻ്റെ കാര്യം പറയുമായിരുന്നു. നാവില് ക്യാൻസർ വന്ന് മാറ്റിയോണ്ടാണ് സംസാരം ചെറിയൊരു ക്ലിയർ ആവാണ്ട് പോണത്. ആൾക്കാർ ഓർക്കും കള്ളു കുടിച്ചിട്ട് നിൽക്കുവാണോ എന്ന് കുറച്ച് തമാശയായിട്ട് നമ്മുടെ അടുത്ത് പറയാം കേട്ടോ. അത്ര ലൈറ്റായിട്ടാണ് പുള്ളി ആ അസുഖം കഴിഞ്ഞു പോയ ആ സമയമൊക്കെ എടുത്തിരുന്നത്. 10 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നതായിരുന്നു. രസമായിരുന്നു കേട്ടോ. മമ്മയ്ക്കും പപ്പായും ഒക്കെ ഒന്നിച്ചൊരു വള്ളത്തിലിങ്ങനെ, അതും ചെറിയ വള്ളത്തിലിങ്ങനെ പോകുന്നതൊക്കെ ആദ്യം ബോട്ടിലൊക്കെ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ വള്ളത്തിലിങ്ങനെ പോകുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. 10 മണി കഴിഞ്ഞ് വരുന്നവർ എങ്ങനെ പൂ കാണുന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ വിരിഞ്ഞ പൂ എങ്ങനെ കാണുന്നുള്ളത് അതിനെ അപ്പച്ചനെ ഒരു വഴി കാണിച്ചു തന്നു. ഇങ്ങനെ പിടിച്ച് കറക്കിയാൽ മതി, ഈ കൂമ്പ് നിൽക്കുന്ന പൂവ് വിടർന്നു വരും. അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ നിൽക്കുന്ന ഈ പാടം, ഇതൊരു പാടമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഒരുപാട് ഏക്കർ പടർന്ന് കിടക്കുന്നൊരു പാടമാണ്. അതിൽ നിന്ന് കൃഷിക്ക് മുന്നേ ആ ചെളിയിൽ നിന്ന് തനിയെ മുളച്ച് വരുന്നതാണ് ഈ ആമ്പൽ എല്ലാ വർഷവും. അതെല്ലാ വർഷവും കംപ്ലീറ്റ് ആയിട്ട് പൂട്ടി വീണ്ടും നെല്ല് വിതച്ച് അടുത്ത വർഷമാകുമ്പോൾ ഇതേപോലെ വീണ്ടും മുളച്ച് വരും. അദ്ദേഹം കൃഷി ഇറക്കുന്ന പാടത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വരുന്നവർ മുരളിച്ചേട്ടനെ ഒന്ന് വിളിച്ചിട്ടൊക്കെ പോരാ കേട്ടോ. പറ്റുന്നവർ ചെറിയ വെള്ളത്തിൽ കയറി പോകാൻ പറ്റുന്ന ആളുകൾ. കോട്ടയത്തു നിന്നൊരു 8-10 കിലോമീറ്റർ ഉള്ളതെന്ന് ഇങ്ങോട്ട്. നമുക്ക് പാലായിൽ നിന്ന് കോട്ടയം ചാടി നേരെ മലയിലേക്ക് വരുന്നതാണ് ഏറ്റവും എളുപ്പം. തിരിച്ചു വന്നപ്പോൾ ചെറിയൊരു മഴ പെയ്തു കേട്ടോ. വള്ളത്തിൽ കോട്ടയം ചൂടി കുറച്ചു നേരം മഴ നനഞ്ഞൊക്കെ പോരുന്ന സുഖമുള്ള ഏർപ്പാടാ. സ്ഥിരമാകുമ്പോൾ സുഖം ഉണ്ടോയെന്ന് അവിടുത്തെ നാട്ടുകാരോട് ചോദിക്കേണ്ടി വരും കേട്ടോ. എന്നാണല്ലോ വെണ്ടില ചന്ദനക്കിണ്ണം പിന്നെ ഇവിടെ കാലിൽ പോയിട്ട് ഞങ്ങൾ കോരിയെടുത്ത് മറിഞ്ഞ് വെള്ളത്തിൽ പോകാതെ വള്ളത്തെ ബാലൻസ് ചെയ്ത് ഞങ്ങളിങ്ങ് പോകുന്നു. വള്ളത്തെ കയറുമ്പോഴേ നമ്മൾ ഒരുപാട് മത്സരം ഓടിക്കാൻ പോകണ്ടെങ്കിൽ കയറുവാണെങ്കിൽ